ധന്യയുടെ സ്റ്റാഫിന്റെ ഇങ്ങോട്ട് ബിജു സാർ ഇങ്ങോട്ട് കയറിയില്ലേ? എവിടെ പോയി ഒളിച്ചിരിക്കുക? കയ്യിൽ അങ്ങോട്ട് ഇട്ടുകൊടു. എല്ലാവരും ഒന്ന് കൈയടിച്ച് സന്തോഷം മുഹൂർത്തത്തിൽ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് മെനഞ്ഞാന്ന് ഒരു ദുഷിച്ച ദിവസം എന്ന് പറയാം. ഈ മെനഞ്ഞാന്നത്തെ ദിവസം ശരിക്കും എന്താ പറയുക, എനിക്ക് അതേക്കുറിച്ചിട്ട് ഓർക്കാൻ കൂടി വയ്യാത്തൊരു ദിവസമായിരുന്നു മെനഞ്ഞാന്നത്തെ ദിവസം. എനിക്ക് വല്ലാത്തൊരു ബാഡായിട്ടുള്ളൊരു ദിവസമായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ ആദ്യം വിചാരിച്ച് ഇത് വീഡിയോ ചെയ്യണ്ട എന്നൊക്കെ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇതൊക്കെ എല്ലാവരും അറിയണം. ഇപ്പോഴത്തെ കാലത്ത് സ്വർണത്തിൻ്റെയൊക്കെ വില എന്താ? ഓരോരുത്തർ സ്കൂട്ടറെ വന്ന് പിടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോവുക, കള്ളന്മാർ വീട്ടിൽ കയറി മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ല കൈ നനയാതെ മീൻ പിടിക്കാം എന്നൊക്കെയുള്ളൊരു ചെല്ലുണ്ടല്ലോ. പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ നല്ലവരായ ചില മനുഷ്യരും ഉണ്ട് എന്നുള്ളതിനൊരു തെളിവുകൾ ധാരാളം ഉണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. എനിക്കുണ്ടായ ഒരു അനുഭവം, എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 2 പവൻ ചെയിൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 10-12 വർഷത്തോളമായിട്ട് ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് ഊരാതെ ഇട്ടിരിക്കുന്ന ഒരു ചെയിനാണ്. എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് തന്നൊരു ചെയിനാണ്. അങ്ങനെ ഞാനാണെങ്കിൽ കയ്യിൽ നിന്ന് ഊരത്തേ ഇല്ലായിരുന്നു, എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അത്. അങ്ങനെ ഞാനാണെങ്കിൽ പുറത്ത് പോയി, മെനഞ്ഞാന്ന് വൈകുന്നേരത്ത് പുറത്ത് പോയി ഇങ്ങനെ കടകളിലൊക്കെ പോയായിരുന്നു. ഈ കിളിക്ക് പാത്തുവിന് ഫുഡ് വാങ്ങിക്കാനും, പിന്നെ സൂപ്പർ മാർക്കറ്റിലും ധന്യ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഞാനൊരു 3 മണിക്കാണ് വീട്ടിൽ നിന്നിറങ്ങി ബാങ്കിൽ പോയി, ധന്യ സൂപ്പർ മാർക്കറ്റിൽ പോയി, പിന്നെ ഇവർക്ക് പാത്തുവിൻ്റെ ഫുഡ് വാങ്ങിക്കുന്നിടത്ത് പോയി, പിന്നെ ഹോട്ടലിൽ പോയി. അങ്ങനെ 3-4-5 കടകളിലൊക്കെ ഞാൻ പോയിട്ടൊരു 5-5:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ ചായ എന്നത്തി ഞാൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിൻ കാണുന്നില്ല. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥ. എന്താ, എനിക്ക് ഒന്നാമത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്ന സാധനം, പിന്നെ 1 ഗ്രാമിൻ്റെ വാങ്ങിക്കാനുള്ള ഒരിതായാലും 1 പവനായാലോ 1 ഗ്രാമായാലോ നമുക്ക് നമ്മളുടെ സ്വർണത്തിൻ്റെ നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരവസ്ഥ അറിയാമല്ലോ. ഞാൻ ഇവിടെ കിടന്നിട്ട് അങ്ങ് വെള്ളം വെച്ച് കരയുകയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം പോയി നോക്കി, എവിടെ എങ്ങും കിട്ടിയില്ല. ഉമ്മിച്ചായും മറ്റുള്ളവരും എല്ലാവരും കൂടെ വീട് ഫുള്ള് ക്ലീനിങ്ങും മറ്റതും മറിച്ചതും ഒക്കെ ചെയ്ത് ഇവിടെ എല്ലാം നോക്കുവാണ്, ബെഡിലൊക്കെ അത് കാണുന്നില്ല. അങ്ങനെ ഞാൻ എല്ലായിടത്തും പോയി. ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയിട്ട് ഞാൻ തിരിച്ച് നിരാശയോടുകൂടി ഞാൻ വീട്ടിൽ കയറി വന്നു. അന്നത്തെ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്നലെയാണെങ്കിൽ ബാങ്കുകാർ അവിടുത്തെ CCTV ഒക്കെ ചെക്ക് ചെയ്ത്, അപ്പോൾ എൻ്റെ കയ്യിൽ ചെയിനുണ്ട്, അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെയും എൻ്റെ കയ്യിൽ സാധനമുണ്ട്. അപ്പോൾ ബാങ്കിലല്ല പോയിരിക്കുന്നത്, അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇത് മിസ്സായിരിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ എല്ലായിടത്തും ഞാൻ പോയ കടകളിലൊക്കെ എൻ്റെ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങാനും കിടന്ന് കിട്ടുവാണെങ്കിൽ എന്നെ വിളിച്ച് ഇൻഫോം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ വീണ്ടും ഇവിടെ എല്ലാം കിടന്ന് നോക്കുക, വീട് ഫുള്ള് കിടന്ന് നോക്കുവാണ്, എന്നിട്ടൊന്നും കണ്ടില്ല. പിന്നെ രാവിലെ ഞാൻ വിചാരിച്ചു റോഡിലൊക്കെ ഞാൻ പോയ വഴിക്ക് ഒന്നും കൂടിയൊക്കെ നോക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ധന്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്നെ വിളിക്കുന്നു, ഒരു ചെയിൻ കിട്ടിയിട്ടുണ്ട്, വന്ന് ഇത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്നത് പറഞ്ഞിട്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ തന്നെ ആയിരിക്കും എന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ചേട്ടത്തി വിളിച്ചിട്ട് ഞങ്ങൾ 2 ആളും കൂടി ധന്യ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടുത്തെ ഒരു സ്റ്റാഫിനെ കാണിച്ചപ്പോൾ അത് എൻ്റെ ചെയിൻ തന്നെയായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു സ്റ്റാഫ്, അവിടെ രാവിലെ ക്ലീനിങ് സ്റ്റാഫ് വന്ന് അവരൊന്നും കണ്ടില്ല. പിന്നെ അവരൊക്കെ കുറേ തിരഞ്ഞിരുന്നു. ഇത് ധന്യ സൂപ്പർ മാർക്കറ്റിലെ ഒരു ചേച്ചിക്കാണ്, അവിടുത്തെ ഒരു സ്റ്റാഫായ ചേച്ചിക്കാണ് ഇത് കിട്ടിയത്. അവർ പെട്ടെന്ന് കൊണ്ടുവന്ന് മാനേജറെ ഏൽപ്പിച്ചു. മാനേജർ എന്നെ വിളിച്ചു. അങ്ങനെയാണ് സംഗതി. ഞാൻ ചെന്നപ്പം എൻ്റെ സാധനം തന്നെ.
അങ്ങനെ എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ ഇവിടെ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നു, ഇക്കായെ വിളിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ആ ചേച്ചിക്ക് എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില എല്ലാവരും ഒന്നുമല്ല, മിക്കവരും ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ ആരും തരുമൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ. അപ്പം ആ ചേച്ചിക്ക്, ആ ചേച്ചിയുടെ സത്യസന്ധതയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇവിടെ അപ്പോഴത്തേനും ഇവിടെയൊക്കെ ഒന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ രാവിലെ 10 മണിക്ക് പിന്നെ ധന്യ സൂപ്പർ മാർക്കറ്റിൽ പോയി ആ ചേച്ചിക്ക് ഒരു പൊന്നാട ഇട്ട് പിന്നെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഒരു റിങ്, ഗോൾഡിൻ്റെ റിങ്ങൊക്കെ വാങ്ങിക്കൊടുത്തു. എന്താ പറയുക, ഒരു സന്തോഷം. നമുക്ക് ഇപ്പോൾ 1 ഗ്രാമായാലോ 1 പവനായാലോ നമുക്ക് നഷ്ടപ്പെടുന്ന, അത് നമുക്ക് അത്ര വിലമതിക്കാനാത്ത ചില ഗിഫ്റ്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഓരോരുത്തരും മാലയായാലും നടന്നു പോകുന്ന വഴി തന്നെ പിടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോവുക. ഓരോരുത്തരുടെ ഒരു അവസ്ഥ, ആ പോകുന്നവന്മാർക്ക് കൈ നനയാതെ മീൻ പിടിച്ച്, അവന്മാർക്ക് ലോട്ടറി അടിച്ചൊരു ഫീലിങ്സ് ആയിരിക്കും അവന്മാർക്കുള്ളത്. പക്ഷേ അത് നഷ്ടപ്പെടുമ്പോഴുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു നഷ്ടപ്പെടുന്നവർക്കുണ്ടാവുന്ന ഒരു വിഷമം, അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിനിടയ്ക്ക് നമുക്ക് നല്ലവരായ ചില ആൾക്കാരും ഉണ്ടെന്നുള്ളതിന് ഒരു ഇതല്ലേ ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം. ഈ ചേച്ചിയാണെങ്കിൽ ഞങ്ങൾ ഇത് ഇങ്ങനെ ആദരിച്ചു എന്ന് പറഞ്ഞില്ലേ, പൊന്നാടയൊക്കെ ഇട്ട് ആദരിച്ചു. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും പിന്നെ റിട്ടയർഡ് SP-യും പിന്നെ അവിടെ ഉള്ള ആൾക്കാരും ഒക്കെ ചേച്ചി അനുമോദിച്ചു. ശരിക്കും ആ ചേച്ചി ചെയ്തത് നല്ലൊരു പ്രവൃത്തിയല്ലേ. ഇപ്പോൾ 1 ഗ്രാമായാലോ 1 പവനായാലോ 2 പവനായാലോ ആ ചേച്ചിയുടെ നല്ല മനസ്സിൻ്റെ ഒരു വലിപ്പം കൊണ്ടല്ലേ നമുക്കത് തിരിച്ച് കിട്ടിയത്. എന്തായാലും എനിക്ക് നല്ല സന്തോഷമായിരുന്നു. എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. അത്രയും സന്തോഷമായി. എന്തായാലും തിരിച്ച് കിട്ടി. ചെയിൻ പൊട്ടിയാണ് പോയിരുന്നത്. അപ്പോൾ ആ ചെയിൻ നഷ്ടമായി ഞങ്ങളുടെ ജനപ്രതിനിധി വളരെ മാനസിക സംഘടനയുടെ വിളിയായിരുന്നു. വിഷമിക്കേണ്ട, ഹലോ, വീഡിയോ പോയിരുന്നൊരു ചായയൊക്കെ കുടിച്ച് പോയ കടകളെല്ലാം തിരക്കി, ആ വഴിയെല്ലാം തിരക്കി. ഹലോ, അന്നേരം തന്നെ ഫോണിൽ വിളിച്ചു. ഇവിടെ പിറ്റേന്ന് അവർ നല്ലൊരു തിരച്ചിൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫായ അനിമോള് ആ സാധനമായി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും നസീറായുടെ സംഘടനത്തിൽ പരിഹാരമാവുകയും നമ്മളതിൽ ഇതൊരു വജ്രത്തിളക്കുമ്പോഴുള്ള ഒരു സത്യസന്ധതയുടെ ഏറ്റവും വലിയ പ്രവൃത്തിയുടെ 2 നല്ല മനസ്സുകളാണ് നമ്മളുടെ അതേപോലെ തന്നെ നസീറ. അപ്പോൾ ഈ സാധനം കിട്ടിയപ്പം നസീറാക്ക് മേടിച്ച് വെച്ചിട്ടോ എൻ്റെ സാധനം കിട്ടി എല്ലാവർക്കും പറഞ്ഞു ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഈ കുട്ടി നമ്മുടെ അനിമോള് എണ്ണ ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നസീറയുടെ ഭർത്താവും നസീറയുടെ കുടുംബാംഗങ്ങളും എല്ലാം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ഗിഫ്റ്റ് പിന്നെ ഒരു പൊന്നാട അണിയിച്ച് നമ്മളെല്ലാവരും മധുരം വെച്ച് ഈ ഒരു സത്യസന്ധത ധന്യ സൂപ്പർ മാർക്കറ്റിൻ്റെയും അവിടുത്തെ സ്റ്റാഫുകളുടെയും എല്ലാം ഏറ്റവും മികച്ച ഒരു ജനങ്ങളോടുള്ള സേവനത്തിൻ്റെയും ആ ഒരു പ്രതിബദ്ധതയുടെ ഒരു മുഖമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതിന് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ നസീറ എന്ന് പറയുന്ന ആ കുട്ടി നമ്മൾ അനിമോൾക്ക് ആ കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുത്ത് ആ ചടങ്ങ് ഒരു വലിയ വിജയമാക്കി തീർക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു കൈയിട്ട് ഓട്ടോയിൽ വരുന്നത് നിങ്ങൾ നടുക്കോട്ട് വേറെ 2 പേരും കൊണ്ട് 2 ഉമ്മമാരും ഓക്കെ ആയില്ലേ? മെമ്പർ വേണ്ട. നമുക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ആ പൊന്നാട 2 ഉമ്മമാരുടെ 2 പേരുടെ കയ്യിൽ ആ കൊച്ചിനെ അങ്ങോട്ട് ഇപ്പോഴത്തെ നമ്മൾ കൊണ്ടുവന്ന
ഗിഫ്റ്റ് അത് കയ്യിൽ കൊടുക്കും, കയ്യിൽ വിരലിൽ ഇട്ട് കൊടുക്കും. അത് വീഡിയോ എടുക്കും എന്തെങ്കിലും. ആ വിരലിലിട്ട് കൊടുക്കും. എല്ലാവരും ഒന്ന് കൈയടിക്കണം കേട്ടോ. ഇത് വലിയ സത്യസന്ധതയാണ്. വലിയൊരു സ്റ്റാഫിൻ്റെ ബിസിനസ്. ഞാൻ കുറേ സങ്കടപ്പെട്ടത് കൊണ്ട് ഇന്നലെ ഒരു ഹാപ്പി ദിവസമായിരുന്നു. ശരിക്കും അത് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ. പാത്തോട്ടി, നമ്മൾ നാളെ വരാം, പിന്നെ വരാമെന്ന് പറ. പാത്തോട്ടി പിന്നെ വരാമെന്ന് പറഞ്ഞേ. പാത്തോട്ടി പിന്നെ വരാമെന്ന് പറഞ്ഞേ. പാത്തോട്ടി ഒരു പാട്ട് പഠിക്കേ.